ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ജോസ്ന ജോസ്. പ്രധാന വാർത്തകൾ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നൽകണമെന്ന് അന്താരാഷ്ട്ര വനിതാ ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. സൃഷ്ടിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രഥമ ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. മഹാശിവരാത്രി ആഘോഷനിറവിൽ രാജ്യം. ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യ ഒരു വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 4 വ്യോമസേനാ യൂണിറ്റുകൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കളേഴ്സ് സമ്മാനിച്ചു. ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു വർണ്ണാഭമായ ചടങ്ങ് നടന്നത്. സായുധ സേനാ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പ്രസിഡന്റ്സ് സ്റ്റാൻഡേർഡ് ആൻഡ് കളേഴ്സ്. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ അല്പസമയത്തിനകം കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് കോവളത്ത് നടക്കുന്ന രാജാനക പുരസ്കാര വിതരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. വാഗമണ്ണിലെ അഭിനവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഥമ ദേശീയ ക്രിയേറ്റേഴ്സ് അവാർഡ് സമ്മാനിച്ചു. ഈ പുരസ്കാരം സമൂഹത്തിന്റെ സൃഷ്ടിപരമായ കഴിവുകളെ അംഗീകരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് ഡാറ്റ വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഉള്ളടക്കം സൃഷ്ടിക്കുന്നവരുടെ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 10 साल में हुए डेटा रिवॉल्यूशन से लेकर सस्ते मोबाइल फोन्स, डिजिटल इंडिया अभियान ने एक प्रकार से कंटेंट क्रिएटर्स की एक नई दुनिया क्रिएट कर दी है. और पहली बार ऐसा हुआ होगा जब किसी सेक्टर की युवा शक्ति ने सरकार को प्रेरित किया हो, सरकार को मजबूर किया हो कि कब तक बैठे रहोगे, इसको भी सोचो. ദേശീയ ക്രിയേറ്റേഴ്സ് അവാർഡ് കഥ പറച്ചിൽ, സാമൂഹിക മാറ്റത്തെ പ്രോത്സാഹിപ്പിക്കൽ, പരിസ്ഥിതി സുസ്ഥിരത, വിദ്യാഭ്യാസം, ഗെയിമിംഗ് എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിലെ മികച്ച സ്വാധീനം തിരിച്ചറിയാനുള്ള ശ്രമമാണ്. ആദ്യ റൌണ്ടിൽ 20 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 1.5 ലക്ഷത്തിലധികം നാമനിർദ്ദേശങ്ങൾ ലഭിച്ചു. മികച്ച കഥാകൃത്ത് അവാർഡ്, ഹരിത ചാമ്പ്യൻ അവാർഡ്, ബെസ്റ്റ് ക്രിയേറ്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്നിങ്ങനെ 20 വിഭാഗങ്ങളിലായാണ് അവാർഡുകൾ സമ്മാനിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെത്തും. 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നാളെ ജോർഹട്ടിൽ നിർവഹിക്കും. ഇന്ന് വൈകിട്ട് 4-ന് സോണിത്പൂർ ജില്ലയിലെ തേസ്പൂർ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ കാസിരംഗ നാഷണൽ പാർക്കും ടൈഗർ റിസർവും സന്ദർശിക്കും. നാളെ ഉച്ചയോടെ ജോർഹട്ടിലെത്തുന്ന പ്രധാനമന്ത്രി അഹോം യോദ്ധാവ് ലച്ചിത് ബർഫുക്കന്റെ 84 അടി ഉയരമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യും. കൂടാതെ PM ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ച 5.5 ലക്ഷം വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിലും ശ്രീ മോദി ഓൺലൈനായി പങ്കെടുക്കും. വനിതാ ദിനത്തിൽ ഗാർഹികാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 100 രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മഹാശിവരാത്രി ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ശിവരാത്രി ഉത്സവം എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരട്ടെയെന്ന് രാഷ്ട്രപതി ആശംസിച്ചു. ഈ മഹത്തായ ഉത്സവം ജനങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഊർജ്ജം കൊണ്ടുവരുമെന്നും അമൃതകാലിലെ രാജ്യത്തിന്റെ പ്രമേയങ്ങൾക്ക് പുതിയ ശക്തി നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ മഹാശിവരാത്രി ആഘോഷം പുരോഗമിക്കുകയാണ്. വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി നിരവധി പേരാണ് എത്തുന്നത്. ഭക്തർ ഗംഗയിൽ പുണ്യസ്നാനം നടത്തുന്നുണ്ട്. വാരാണസിയിലെ ബാബ വിശ്വനാഥ ക്ഷേത്രം, ബരാബങ്കിയിലെ ലോധേശ്വർ മഹാദേവ് ക്ഷേത്രം മുതൽ ലക്നൌവിലെ മംഗമേശ്വർ ക്ഷേത്രം വരെ ശിവന്റെ അനുഗ്രഹം തേടി രാവിലെ മുതൽ ഭക്തർ തടിച്ചുകൂടിയിരുന്നു. മധ്യപ്രദേശിൽ മഹാശിവരാത്രി പരമ്പരാഗത ആവേശത്തോടെയും ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്നു. ദേശീയ തലസ്ഥാനത്ത് മിക്ക ശിവക്ഷേത്രങ്ങളിലും ഭക്തരുടെ നീണ്ട നിരയാണ് കാണുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന പ്രമേയവുമായി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം അഭിസംബോധന ചെയ്യുന്നതിനാണ് ഇത്തവണത്തെ വനിതാ ദിനം ശ്രദ്ധ ചെലുത്തുന്നത്. ഒരു റിപ്പോർട്ട്.
സമഗ്ര മേഖലകളിലും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് രാജ്യമെമ്പാടും വനിതാ ദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് നേതാക്കളും ആശംസകൾ നേർന്നു. സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നൽകേണ്ടതിന്റെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരെ ശാക്തീകരിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സുപ്രധാന സന്ദർഭമാണ് വനിതാ ദിനമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നാരീശക്തിയുടെ കരുത്ത്, ധൈര്യം, പ്രതിരോധശേഷി എന്നിവയെ രാജ്യം അഭിവാദ്യം ചെയ്യുന്നുവെന്നും വിവിധ മേഖലകളിലെ അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവിധ മേഖലകളിലെ സംരംഭങ്ങളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. 1975 മാർച്ച് 8 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥതല ചർച്ച ആരംഭിച്ചു. ചർച്ചയ്ക്കായി രാവിലെ 11 തന്നെ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ധനമന്ത്രാലയത്തിലെത്തി. സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കേന്ദ്രവും സംസ്ഥാനവും ചർച്ച നടത്തുന്നത്. ഈ മാസം 13,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനുള്ള കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായി. കേരളത്തിൽ തൃശൂർ, വടകര, ആലപ്പുഴ, വയനാട് സീറ്റുകളെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് സൂചന. ശ്രീമതി പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നതോടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി ജോയിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ആറ്റിങ്ങലിലെത്തും. വൈകിട്ട് 3-ന് മാമം മൈതാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരമടക്കം 7 നഗരങ്ങളിൽ CBI റെയ്ഡ്. ജോലിയുടെ പേരിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം നൽകി റഷ്യൻ യുദ്ധമേഖലകളിലേക്കടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത്. ഡൽഹി, തിരുവനന്തപുരം, മുംബൈ, അംബാല, ചണ്ഡീഗഡ്, മധുര, ചെന്നൈ ഉൾപ്പെടെ 13 ഇടങ്ങളിലാണ് പരിശോധന നടന്നതെന്ന് CBI അറിയിച്ചു. ഇസ്രയേലിൽ മിസൈൽ ആക്രമണത്തിൽ തിങ്കളാഴ്ച കൊല്ലപ്പെട്ട കൊല്ലം വാടി സ്വദേശി നിബിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കും. രാത്രി 9 മണിയോടെ കൊല്ലത്തെത്തിക്കുന്ന മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കും. നാഗാലാൻഡിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നാഷണൽ സോഷ്യലിസ്റ്റ് കൌൺസിൽ ഓഫ് നാഗാലാൻഡിന്റെ 2 വിഭാഗങ്ങളുമായുള്ള വെടിനിർത്തൽ കരാർ കേന്ദ്ര സർക്കാർ 1 വർഷത്തേക്ക് നീട്ടി. നാഗ ജനതയുടെ പങ്കാളിത്തത്തോടെ ഈ വർഷം ഏപ്രിൽ 18 മുതൽ 1 വർഷത്തേക്കാണ് കരാർ നീട്ടാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ട്രെയിനുകളിൽ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്ത 77,000-ലധികം പുരുഷന്മാരെ കഴിഞ്ഞ വർഷം പിടികൂടിയതായി റിപ്പോർട്ട്. ഓപ്പറേഷൻ മേരി സഹേലിയുടെ ഭാഗമായി റെയിൽവേ സംരക്ഷണ സേന നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. സ്ത്രീ യാത്രക്കാർക്ക് സുരക്ഷയും സഹായവും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതിയാണ് മേരി സഹേലി. പ്രതിദിനം 400-ലധികം ട്രെയിനുകളിലായി 230 സംഘങ്ങളെയാണ് ഇതിനായി വിന്യസിച്ചിരിക്കുന്നത്. കാവേരി നദിയിൽ നിന്നുള്ള ജലലഭ്യത കുറയുകയും കുഴൽക്കിണറുകൾ വറ്റിവരളുകയും ചെയ്തതോടെ ബംഗളൂരു നഗരം കുടിവെള്ളക്ഷാമത്തിലേക്ക്. ടാങ്കറുകൾ വഴി കുടിവെള്ള വിതരണം ചെയ്യാൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 3 ഹെലികോപ്റ്ററുകൾ വാടകയ്ക്ക് എടുക്കാനൊരുങ്ങി ജമ്മു കാശ്മീർ. ഒറ്റ ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററുകൾ, ഹെലികോപ്റ്റർ ആംബുലൻസ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുക. തടസ്സം കൂടാതെയും വേഗത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ജമ്മു കാശ്മീർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ തീരുമാനം. ധരംശാലയിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 1 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിലാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. ഇരുവരും ചേർന്ന് 160 റൺസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നൽകണമെന്ന് അന്താരാഷ്ട്ര വനിതാ ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകദിന സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. സൃഷ്ടിപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രഥമ ദേശീയ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. മഹാശിവരാത്രി ആഘോഷ നിറവിൽ രാജ്യം. ഇംഗ്ലണ്ടിനെതിരായ 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം ഇന്ത്യ 1 വിക്കറ്റിന് 264 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.